ആലിമീങ്ങളെയും സാദാത്തുക്കളെയും അപമാനിക്കുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ നിന്ദിക്കുകയും മോശമാക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു വഹാബിക്ക് വേണ്ടി നമ്മുടെ നാട് ഭിന്നിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു വഹാബിക്ക് വേണ്ടി നമ്മുടെ ഐക്യം തകരേണ്ടതില്ല. ഏതെങ്കിലും ഒരു വഹാബിക്ക് വേണ്ടി നമ്മൾ ആലിമീങ്ങളെ തെറി പറയുന്നവരാകരുത്. നമ്മൾ ഒരിക്കലും സാദാത്തുക്കളെ നിന്ദിക്കുന്നവരാകരുത്. ഒരിക്കലും ഒരു ആലിമും ഇസ്ലാമിന്റെ പേരിൽ പഴയ ഉലമാക്കൾ ബിദ്അത്തിന്റെ വിഷയത്തിൽ പഠിപ്പിക്കാത്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ ഞാൻ ചില ഫത്വകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഹാത്തുക്കളായ ആലിമീങ്ങള് 953 അന്ന് സമസ്ത 2 ഇല്ല, അന്ന് സമസ്ത 1 ഉള്ളൂ, അന്ന് സമസ്ത 3 ഇല്ല, അന്ന് സമസ്ത 1 ഉള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1953 പെരിന്തൽമണ്ണയിൽ യോഗം കൂടുകയാണ്. ആ യോഗത്തിൽ സംബന്ധിച്ച ഉലമാക്കൾ ആരൊക്കെയാണ്? പാനായിക്കുളം മദ്ര ഇമാം മുസ്ലിയാര്, മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാര്, മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാര്, മഹാനായ സദഖത്തുള്ള കെ സദഖത്തുള്ള മുസ്ലിയാര്, ഇങ്ങനെ 8ഓളം വരുന്ന കേരളം കണ്ട ജഗജില്ലികളായ ഉലമാക്കൾ യോഗം കൂടിയിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ച മതപരമായ വിധിയാണ്. ബിദ്അത്തുകളോട് മുസ്ലിമീങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന നിലപാടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് അതിൽ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? അവരുമായി കൂടി പെരുമാറാൻ പാടില്ല, അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അതുപോലെ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുമായി വിവാഹബന്ധം പാടില്ല. ഇത് ഏതെങ്കിലും ഒരു പള്ളിയിലെ ഖതീബ് പറയുന്ന മതവിധിയല്ല. കേരളത്തിലെല്ലാ മുസ്ലിമീങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 8ഓളം വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പഠിപ്പിച്ച മതവിധികളാണ് ഇത്. ആ ആലിമീങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത മതവിധിയല്ല. സഹോദരങ്ങളെ, 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ അർഹതയുള്ള കേരളം കണ്ട ഏറ്റവും വലിയ ഇമാമാണ് മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി റഹിമഹുല്ലാഹ്. ആ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സമുദായത്തെ പഠിപ്പിച്ച ഫത്വ ഇത് തന്നെയാണ്. മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാരുടെ ധാരാളം ഫത്വകൾ സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ ജീലാനി തങ്ങളുടെ കിതാബുകൾ ഉദ്ധരിച്ച് മഹാന്മാരായ ഇമാമുകൾ മുഴുവനും പറഞ്ഞു വെച്ച മതവിധികൾ ഉദ്ധരിച്ച് ഈ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര് മുഴുവനും പഠിപ്പിച്ചത് ഈ ഒരു ആശയം തന്നെയാണ്. ഇത് തന്നെയാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്. മാത്രമല്ല, മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വർഷങ്ങളോളമുള്ള സെക്രട്ടറിയാണ്. ഇടക്കാലത്ത് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുനഃസംഘടിപ്പിച്ചതിന്റെ ശേഷമുള്ള നയപരമായ ചില ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാരഥ്യം വഹിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ബഹുമാനപ്പെട്ട കെ അബൂബക്കർ മുസ്ലിയാർ ഈ സമുദായത്തിൽ പഠിപ്പിച്ച മതവിധിയുണ്ട്. ആ മതവിധി അറിയണമെങ്കിൽ സുഹൃത്തുക്കളെ, ഈ കവലയിൽ എന്നെ കേൾക്കുന്ന ഏതാണ്ട് ഒരു 30-40 വയസ്സിനിടയിൽ പ്രായമുള്ള ചെറുപ്പക്കാര് ആളുകൾ നമ്മളൊക്കെ പഠിച്ച പഴയകാല സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അഖ്ലാഖ് എന്ന് പറയുന്ന പാഠപുസ്തകം മറിച്ചു നോക്കിയാൽ മതി. ഒരു വഹാബിയോടെ, ഒരു മൗദൂദിയോടെ എന്താണ് ഒരു മുസ്ലിമായ സാധാരണക്കാരൻ സ്വീകരിക്കേണ്ട സമീപനം എന്നതിനെ നിങ്ങൾ ഒരു മൗലിയാരെയും നിങ്ങൾ ഇന്ന് അതിന്റെ പേരിൽ പഴിചാരുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ടതില്ല. അതിന്റെ പേരിൽ നമ്മുടെ ഐക്യമുള്ള മഹല്ലിൽ ഒരു ഭിന്നത സൃഷ്ടിക്കേണ്ടതില്ല. ഏതോ ആലിമീങ്ങളെ തെറി പറയുന്ന വഹാബികൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് പരസ്പരം പഴിചാരുന്നത്? നമ്മൾ എന്തിനാണ് പരസ്പരം കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത്? എന്താണ് മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അന്നത്തെ 4ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന് പറയുന്ന പാഠപുസ്തകം, നമുക്കറിയാലോ, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ അത്ര വലിയ മുജാഹിദും സുന്നിയൊന്നും മനസ്സിലാക്കിയ പ്രായമല്ല. പക്ഷെ ആലിമീങ്ങൾ മനസ്സിലാക്കിയ ഒരു തത്വമുണ്ട്. ഒരു മുസ്ലിം കുട്ടി ജീവിച്ചു വരുമ്പോ തന്നെ, അവൻ വളർന്നു വരുമ്പോ തന്നെ അവന്റെ മനസ്സിൽ വഹാബിയോടുള്ള വെറുപ്പ് വേണം, മൗദൂദിയോടുള്ള വെറുപ്പ് വേണം. കാരണം അത് ബിദ്അത്തിനോടുള്ള വെറുപ്പാണ്, വ്യക്തികളോടുള്ള വെറുപ്പമല്ല, വ്യക്തികളോടുള്ള വിദ്വേഷമല്ല. അവന്റെ മനസ്സിൽ അങ്കുരിച്ച വൃത്തികെട്ട ബിദ്അത്തിന്റെ വിശ്വാസങ്ങളോട് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വളർന്നു വലുതാകുന്നതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിന്റെ കാർക്കശ്യമുള്ള മതനിലപാടുകൾ ആ കുട്ടി പഠിക്കണം എന്ന് നമ്മുടെ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് 4ാം ക്ലാസ്സിലെ അഖ്ലാഖിന്റെ പാഠപുസ്തകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആദാബുസ്സലാം എന്നാണ് ആ പുസ്തകത്തിന്റെ ഹെഡിങ്. ആ പാഠത്തിന്റെ തലവാചകം ആദാബുസ്സലാം എന്നാണ്, സലാം പറയുന്ന മര്യാദ എന്നാണ്. എന്നിട്ട് അതിൽ പഠിപ്പിക്കുന്നത് എന്താണ്? എന്നാൽ മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയാം. മുസ്ലിമീങ്ങൾ സലാം പറഞ്ഞാൽ മടക്കുകയും ചെയ്യണം.
എന്നാൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികൾക്ക് സലാം പറയേണ്ടതില്ല. അവർ സലാം പറഞ്ഞാൽ മടക്കേണ്ടതുമില്ല. ആര് പഠിപ്പിച്ചതാ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയുമായി അഭിവക്ത സമസ്ത പിളരുന്നതിന്റെ മുമ്പ് മഹാനായ ഉള്ളാളത്തുപ്പാപ്പയും എം.എ. ഉസ്താദും ഒക്കെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന പാഠ്യപദ്ധതിക്ക് നേതൃത്വം കൊടുത്ത കാലത്ത് നമ്മുടെ പ്രാമാണികരായ പണ്ഡിതന്മാര് ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ച ആശയമാണ്. ഈ ആശയം നമുക്ക് ആലിമീങ്ങൾക്ക് മറികടക്കാൻ കഴിയുമോ? ഈ ആശയങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവർക്ക് മറികടക്കാൻ കഴിയുമോ? ഇതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും ആക്ഷേപിക്കുന്നുവെങ്കിൽ ആക്ഷേപിക്കേണ്ടത് ഇ.കെ. ഉസ്താദിനെയല്ലേ? അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നുവെങ്കിൽ ആക്ഷേപിക്കേണ്ടത് ഉള്ളാളത്തുപ്പാപ്പയല്ലേ? സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ്. ഇദാ ലഹറൽ ബിദഅ ഫസക്കത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഒരു ബിദഅത്ത് വെളിവാകുമ്പോ, ഒരു ബിദഅത്തിനോട് സമൂഹം ബഹുമാനം കാണിക്കുമ്പോ, ഒരു ബിദഅത്തിനെ സമൂഹം സ്വീകരിക്കുമ്പോ, ആ ബിദഅത്തിന്റെ അപകടങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അതിന്റെ വെറുപ്പ് പ്രകടമാക്കി അതിന്റെ അപകടങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഒരു ആലിം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് കേട്ടോ, മലായികത്തിന്റെ ലഅനത്തുണ്ട് കേട്ടോ, മഹാന്മാരായ സജ്ജനങ്ങളുടെ മുഴുവനും ലഅനത്തുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇതൊരു ആലിമ് പറയണ്ടേ? ഇതൊരു ആലിമ് ചെയ്യണ്ടേ? സഹോദരന്മാരെ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ 10 കൊല്ലമോ 8 കൊല്ലമോ വന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം തന്നെ ഞങ്ങൾക്ക് കിതാബോധാൻ അവസരം തന്നവർ, വസ്ത്രം വാങ്ങി തന്നവർ, ഞങ്ങൾക്ക് വണ്ടിക്കൂലി തന്നവർ, മക്കളിൽ ഒരാളായി ഞങ്ങളെ ചേർത്ത് പിടിച്ചവർ ഒരുപാട് ആളുകൾ ഇന്ന് പള്ളിക്കാട്ടിലില്ലയോ മുസ്ലിമേ? അല്ലാഹു അവർക്കൊക്കെ സന്തോഷം പകരം നൽകുമാറാവട്ടെ. അവരുടെ ഭക്ഷണം തന്ന് ആനുകൂല്യം പറ്റി ഞങ്ങൾ ഈ സമുദായത്തിന്റെ ചെലവിൽ ഇതൊക്കെ പഠിച്ചിട്ട് ആ പഠിച്ച കാര്യം സമുദായത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, അത് ഞങ്ങൾ സമുദായത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മരിച്ചു പോകണ്ടയോ? റബ്ബിന്റെ മുമ്പിൽ ഹിസാബ് പറയണ്ടയോ? ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇത് നമ്മളും ഗൗരവത്തോടെ മനസ്സിലാക്കണം. ആരെങ്കിലും ഒരു വഹാബിയുടെ ചായ കുടിച്ചവനോട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ഒരു പോരായ്മയാണ്, എന്റെ ഒരു മനഃശക്തി കുറവാണ്, എന്റെ ഒരു ദുർബലതയാണ്, ഞാൻ ഏതായാലും ഇങ്ങനെയായി പോയി. ആരെങ്കിലും ആ കൃത്യമായ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പോണ്ട എന്ന ഒരു മര്യാദയെങ്കിലും ഈമാനുള്ള മുസ്ലിം കാണിക്കേണ്ടതല്ലേ? അറിയുമോ നിങ്ങൾക്ക് ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ചരിത്രോ? ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാറ്റിവെച്ച മഹാനല്ലയോ? വാഹനങ്ങളില്ലാതെ, അതേ വസ്ത്രം പോലും മര്യാദയ്ക്ക് മാറ്റിയെടുക്കാനില്ലാതെ, അലക്കി തേക്കാനും അതുപോലെ വിശ്രമിക്കാനും സമയമില്ലാതെ, കേരളത്തിന്റെ വാഹന സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും കുറഞ്ഞ കാലത്ത് കേരളത്തിന്റെ കർമ്മഭൂമികളിൽ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികള് ആദർശപരമായി അടിച്ചു തകർത്ത, ആദർശപരമായി ഇല്ലാതെയാക്കിയ മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ, ആ ഇ.കെ. ഹസൻ മുസ്ലിയാരോട് സഹോദരന്മാരെ മാരകമായ രോഗത്ത് കിടക്കുമ്പോ ആ ഹസൻ മുസ്ലിയാർക്ക് കേരളത്തിലെ ഒരു വഹാബി പാതിരി കത്തെഴുതുകയാണ്. ഏതാണ് ആ വഹാബി മൗലവി എന്നറിയുമോ? ഈ ഗ്രാമത്തിലെ എല്ലാ വഹാബികളും തർലിയത്ത് ചൊല്ലുന്ന, നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ കരിപ്പോളിലെ വഹാബികൾ ബഹുമാനിക്കുന്ന വെളിയങ്കോട്ടുകാരനായ ഉമർ മൗലവിയുണ്ട്. ആ ഉമർ മൗലവി ഞങ്ങളെ ഇ.കെ. ഹസൻ മുസ്ലിയാർ മരണാസന്ന രോഗത്ത് കിടക്കുമ്പോ, വേദനാജനകമായ രോഗം കൊണ്ട് മല്ലടുമ്പോ, മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ കൈകളിലേക്ക് ഒരു കത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് മുസ്ലിമേ. എന്താണ് ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത കത്തിലുള്ള മേറ്റർ? അസ്ലിം തസ്ലം. ഇ.കെ. ഹസൻ മുസ്ലിയാര്, അസ്ലം നിങ്ങൾ മുസ്ലിമായി കൊള്ളൂ, എന്നാൽ തസ്ലം നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൊള്ളോ. നിങ്ങൾ മുസ്ലിമാകാതെ അഥവാ വഹാബിയാകാതെ മരിച്ചുപോയാൽ നിങ്ങൾ കാഫിറാകുന്നു എന്ന് മാത്രമല്ല, ഇ.കെ. ഹസൻ മുസ്ലിയാരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ത്യാഗോജലമായ കർമ്മമണ്ഡലങ്ങളിലൂടെ ഈ രാജ്യത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, അവിടത്തെ സ്നേഹിക്കുന്ന, പിൻപറ്റുന്ന എല്ലാ മുസ്ലിമീങ്ങളും കാഫിറാകും. ഹസൻ മുസ്ലിയാർ കാഫിറാകും, ഹസൻ മുസ്ലിയാരുടെ കൂടെയുള്ളവരും കാഫിറാകും, കൂടെയുള്ള നമ്മളൊക്കെ കാഫിറായതിന്റെ ശിക്ഷയും കൂടി ഇ.കെ. ഹസൻ മുസ്ലിയാർ ഏറ്റെടുക്കേണ്ടി വരും. ഇത് പറഞ്ഞതല്ലേ മുസ്ലിമീങ്ങളെ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളല്ലേ മുസ്ലിമീങ്ങളെ?